പി.സി. ജോർജിനെതിരെ മുഖ്യമന്ത്രി സ്പീക്കർക്ക് തെളിവ് നൽകി. അരുവിക്കരയിൽ മുന്നണിക്കെതിരായി ജോർജ് പ്രവർത്തിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ മൊഴി. കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരനും ജോർജിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നു. സുനിൽ, പി.സി. ജോർജിന്റെ നില കൂടുതൽ പരിങ്ങലിലാകുന്ന രീതിയിലാണോ മുഖ്യമന്ത്രിയുടെയും സുധീരന്റെയും മൊഴി? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ജോർജിനെതിരായി പറഞ്ഞത്? വിവരങ്ങൾ. തീർച്ചയായും സൗമ്യ, പി.സി. ജോർജിനെതിരെ കൃത്യമായ കാര്യങ്ങളാണ് വി.എം. സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇന്ന് തെളിവെടുപ്പിൽ പറഞ്ഞത്. പി.സി. ജോർജ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വന്തമായി പാർട്ടി രൂപീകരണ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി വിളംബരവും ഒക്കെ പി.സി. ജോർജ് നടത്തിയതായി മുഖ്യമന്ത്രി സ്പീക്കർക്ക് മൊഴി നൽകി. അതേസമയം പി.സി. ജോർജിനെ അയോഗ്യനാക്കണമെന്നുള്ള പരാതിയിന്മേലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് സ്പീക്കർ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും വി.എം. സുധീരനും ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചത്. നിയമസഭയിൽ ബഡ്ജറ്റ് വേളയിൽ പി.സി. ജോർജ് വോട്ട് ചെയ്തല്ലോ എന്നുള്ള പി.സി. ജോർജിന്റെ അഭിഭാഷകന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത്, ബജറ്റ് വേളയിൽ പലതവണ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ വോട്ടിംഗ് നടന്നില്ല എന്നായിരുന്നു. അതോടൊപ്പം വി.എം. സുധീരൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പി.സി. ജോർജിന് യു.ഡി.എഫിൽ തുടരാൻ അർഹതയില്ല, പി.സി. ജോർജ് എല്ലാ മുന്നണി മര്യാദകളും ലംഘിച്ചിരിക്കുകയാണെന്നാണ് വി.എം. സുധീരൻ പറഞ്ഞത്. ഇനി 4 എം.എൽ.എമാർ സാക്ഷികളായിട്ടുണ്ട്. ഇവരെയും കൂടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും പി.സി. ജോർജിനെ അയോഗ്യനാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്പീക്കർ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അതിൽ ഒരു എം.എൽ.എ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഹാജരായി മൊഴി നൽകുന്നത്. മറ്റു 3 പേരും തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഹാജരാകാൻ കഴിയുകയുള്ളൂ എന്ന് സ്പീക്കറെ അറിയിച്ചിട്ടുമുണ്ട്. സുനിൽ, ഇനി ഇതിലുള്ള നടപടിക്രമങ്ങൾ ഏത് വിധത്തിലാണ്? ഇനി ആരുടെ മൊഴിയാണ് എടുക്കാനുള്ളത്? സ്വാമി, ഇനി പ്രധാനമായി വരുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് 3 എം.എൽ.എമാരുടെ കൂടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും സ്പീക്കർ ഇതുവരെയുള്ള വാദപ്രതിവാദങ്ങളുടെയും അതോടൊപ്പം തന്നെ ഹിയറിങ്ങുകളുടെയും ഒക്കെ സാരാംശം സ്പീക്കർ തന്നെ അത് കൃത്യമായി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതിനുശേഷം സ്പീക്കർ ബന്ധപ്പെട്ട കക്ഷി നേതാക്കളുമായി സംസാരിക്കും. മുഖ്യമന്ത്രിയുമായും ഇക്കാര്യം സംസാരിച്ച ശേഷമായിരിക്കും അയോഗ്യനാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക.